ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം കടത്തുന്നതിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമെന്ന കസ്റ്റംസ് പറയുന്നു. ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതെന്നും പരിവാഹൻ വെബ്സൈറ്റിലും തിരിമറി നടത്തുന്നുണ്ടെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. ഓപ്പറേഷൻ എംകോറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. പൃഥ്വിരാജിന്റെ വാഹനം പിടിച്ചെടുത്തായുള്ള വാർത്ത തെറ്റാണെന്നും പറഞ്ഞു. പൃഥ്വിരാജിന്റെ വാഹനമൊന്നും പിടിച്ചെടുത്തിട്ടില്ല. നടന്മാരെ കസ്റ്റംസ് വിളിച്ചു വരുത്തും. നേരിട്ട് അവർ കസ്റ്റംസിന്റെ മുന്നിൽ ഹാജരായി മൊഴി കൊടുക്കണമെന്നാണ് വാർത്ത വരുന്നത്. അവരറിയാതെ വാങ്ങിച്ചതാണെങ്കിൽ ആ രീതിയിലായിരിക്കും നടപടികൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂട്ടാനിൽ നിന്ന് 200ഓളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് എത്തിയത്. 35 ഇടങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടികൂടി. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ വൻ GST തട്ടിപ്പ് കണ്ടെത്തി. വില കൂടിയ വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് തട്ടിപ്പ് സംഘത്തിന്റെ രീതി. പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമം നടന്നിട്ടുണ്ട്. നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ദുൽഖർ സൽമാന്റെയും അമിത്തിന്റെയും വീടുകളിൽ നിന്ന് 2 വീതം വാഹനങ്ങൾ പിടിച്ചെടുത്തു. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കസ്റ്റംസ് നിയമം അനുസരിച്ച് തുടർ നടപടി നേരിടേണ്ടി വരും. പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോക്ക് കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് തന്നെ വേണം. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ളതല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ്. അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനം കസ്റ്റംസ് കമ്മീഷണർ പാതി വഴിയിൽ നിർത്തി. കോഴിക്കോടും മലപ്പുറത്തും യൂസ്ഡ് കാർ ഷോറൂമുകളിലും വ്യവസായികളുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.